ഡൽഹി സ്ഫോടന കേസ് അന്വേഷണ സംഘത്തെ നിയോഗിച്ച് NIA. ചെങ്കോട്ട സ്ഫോടനത്തിൽ വിശദമായ അന്വേഷണം നടത്തുക NIA അഡീഷണൽ ഡയറക്ടർ ജനറൽ വിജയ് സാഖറയുടെ നേതൃത്വത്തിലെ 10-അംഗ സംഘം. പോലീസിൽ നിന്നും NIA അന്വേഷണം ഏറ്റെടുത്തു. വിജയ് സാഖറയ്ക്ക് പുറമെ ഒരു IG, 2 DIGമാർ, 3 SPമാർ, DSPമാർ എന്നിവരടങ്ങുന്നതാണ് ടീം. ചെങ്കോട്ടയ്ക്ക് സമീപം കാറിൽ സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയാണ് വൈറ്റ് കോളർ ഭീകര സംഘ തലവൻ എന്നാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. ഇയാളടങ്ങുന്ന സംഘത്തിന് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദുമായുള്ള ബന്ധവും തെളിഞ്ഞു. സ്ഫോടന സമയത്തെ കൂടുതൽ ദൃശ്യങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു. സ്ഫോടനം നടന്നയുടൻ സിഗ്നലിലെ ക്യാമറ പ്രവർത്തനരഹിതമായി. സ്ഫോടനത്തിന് മുമ്പുള്ള ദിവസങ്ങളിലും ഡോക്ടർ ഉമർ നബി ഇവിടെ വന്നിരുന്നു എന്ന് തെളിഞ്ഞു. ഈ ദിവസങ്ങളിൽ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച വിവിധ ദൃശ്യങ്ങളിൽ സ്ഫോടനത്തിന് ഉപയോഗിച്ച കാറിൻ്റെ സാന്നിധ്യമുണ്ട്. ഫരീദാബാദിലും ഡൽഹിയിലും വലിയ ആക്രമണത്തിനാണ് വൈറ്റ് കോളർ ഭീകര സംഘം പദ്ധതിയിട്ടത്. 3200 കിലോ സ്ഫോടക വസ്തുക്കളാണ് ഭീകരർക്ക് ലഭിച്ചത്. ഇതുവരെ 2900 കിലോ സ്ഫോടന വസ്തുക്കളാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ആഭ്യന്തര മന്ത്രാലയം ഇന്നലെയാണ് അന്വേഷണം NIAക്ക് കൈമാറിയത്. ജമ്മു കശ്മീർ പോലീസ്, ഡൽഹി പോലീസ്, ഹരിയാന പോലീസ് എന്നിവരിൽ നിന്ന് ജെയ്ഷെ മോഡ്യൂളുമായി ബന്ധപ്പെട്ട എല്ലാ കേസ് ഡയറികളും NIA സംഘം ഏറ്റെടുക്കുമെന്നാണ് വിവരം. NIA DG, IB മേധാവി എന്നിവർ ഇന്ന് കേസിലെ അന്വേഷണ പുരോഗതി ചർച്ച ചെയ്യും. കൂടുതൽ ആളുകൾ സ്ഫോടന സംഘത്തിലുണ്ടെന്നാണ് NIAക്ക് ലഭിച്ച സൂചന. അന്വേഷണത്തിന്റെ ഭാഗമായി അടുത്ത 3 ദിവസത്തേക്ക് ചെങ്കോട്ടയിൽ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കില്ല. ലാൽ കില മെട്രോ സ്റ്റേഷന്റെ വയലറ്റ് ലൈനും സുരക്ഷാ കാരണങ്ങളാൽ DMRC അടച്ചിട്ടുണ്ട്.